നടിയെ ആക്രമിച്ച കേസിൽ തന്നെ നമ്മൾ കണ്ടതാണ് മലയാള സിനിമാ ലോകം ആർക്കൊപ്പമാണ് നിൽക്കുന്നത്. രണ്ട് തട്ടിലായി കൃത്യമായി ചേരിതിരിഞ്ഞ് നിൽക്കുന്നതും അതിൽ ഏത് തട്ടിനാണ് കൂടുതൽ ബലം എന്നുള്ളതും ആ കേസിൻ്റെ നടത്തിപ്പിലുടനീളം 2017 മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒപ്പം നിന്നവരിൽ പലരും മറുഭാഗത്തേക്ക് മാറുന്നത് സാക്ഷി വിസ്താര വേളയിലടക്കം നമ്മൾ നേരിട്ട് കണ്ട വസ്തുതയുമാണ്. അതിനപ്പുറമൊന്നും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ സംഭവിക്കും എന്ന് കരുതുക വയ്യ. കാരണം മലയാള സിനിമാ ലോകത്തെ തൊടാൻ പലർക്കും ഭയമാണ്. കാരണം മലയാള സിനിമയിലൂടെ കടന്നു പോകുന്ന കോടികൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ താരങ്ങളെ, അതിൽ പ്രത്യേകിച്ചും ഈ നായക നടന്മാരെ, അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് വരിക എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ എന്ന് പറഞ്ഞത് നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കും. അതായത് ഇവരുടെയൊന്നും പേരുകളൊന്നും ഉണ്ടാകാതെ ഒരു വൈറ്റ്നർ മതിയല്ലോ, മാസ്ക് ചെയ്തിട്ടായിരിക്കും പുറത്തുവിടുക. ഏറ്റവും കൂടുതൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് ഈ മൊഴി കൊടുത്ത ആളുകൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അപ്പോൾ ആ പേരുകളെല്ലാം ഈ സ്വകാര്യതയുടെ ഇതിലേക്ക് വരും. ആ സ്വകാര്യതയുടെ കെയർ ഓഫിൽ അതെല്ലാം മാസ്ക് ചെയ്യപ്പെടും. എന്നിട്ട് പിന്നീട് പുറത്തു വരാൻ പോകുന്നത് എന്തായിരിക്കും? ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ കോളിളക്കമുണ്ടാക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുമെന്ന് മാഡം കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. അങ്ങനെ കോളിളക്കമുണ്ടാക്കുന്ന ഒരു വിവരവും പുറത്തു വരാൻ പോകുന്നില്ല. പലതും മറച്ചു വെച്ചുകൊണ്ട് ഈ വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒരു ജനറലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഈ കോൺക്ലേവ് എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു പൊതുവൽക്കരിച്ചിട്ടുള്ള ഒരു സെമിനാറിനുള്ള ഒരു കണ്ടന്റ് മാത്രമായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്തിനാണ്? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ അരുൺ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംസാരിച്ച ഓരോ സ്ത്രീയും പറഞ്ഞിട്ടുണ്ടാവും. അത് അതേപടി 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിടുന്നതിന് എന്ത് സ്വകാര്യതയാണ് നഷ്ടപ്പെടുക? കാരണം അവർ നേരിട്ട പ്രശ്നമാണ്, അതും മാസ്ക് ചെയ്യപ്പെടും. കാരണം പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രശ്നത്തിന് കാരണക്കാരനായ വ്യക്തിയെക്കുറിച്ച് പറയാതെ പ്രശ്നത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ വ്യക്തിയുടെ സ്വകാര്യത മാനിക്കുന്നതാണ്. വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വേണമല്ലോ റിപ്പോർട്ട് പുറത്തുവിടാൻ, അങ്ങനെയാണല്ലോ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം എന്താണ് എന്നുള്ളതും ആ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് എന്നുള്ളതുമുള്ള കൃത്യമായ പിക്ചർ പുറത്തേക്ക് വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി സ്ത്രീകൾ നേരിടുന്ന നീതി നിഷേധം, അവർ നേരിടുന്ന ഏറ്റവും വലിയ നീതി നിഷേധം എന്താണ്? ഇങ്ങനെ വഴങ്ങി നിന്നില്ല എങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നീതി നിഷേധം. കാരണം ടാലൻറ്റഡ് ആയിട്ടും അതിനനുസരിച്ച് കയറി വരാൻ കഴിയാത്ത എത്രയോ നടിമാരുണ്ട്. എത്രയോ പേര് ഫീൽഡ് ഔട്ടായി പോയിരിക്കുന്നു. 1, 2 സിനിമയിൽ കണ്ടതിന് ശേഷം കാണാതായിരിക്കുന്ന നല്ല കഴിവുള്ള, സൗന്ദര്യമുള്ള, പ്രതിഭയുള്ള നടിമാർ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ശത്രുവാകുന്ന ചില സാഹചര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ വ്യക്തമായി കണ്ടതല്ലേ. ആരൊക്കെയാണ് അവൾക്കൊപ്പം നിന്നത്, അവൾക്കൊപ്പം അവസാനം വരെ നിന്നുകൊണ്ടിരിക്കുന്നത്, അവൾക്കൊപ്പം തുടരുന്ന ആളുകൾക്കൊക്കെ പിന്നീട് കാര്യമായ അവസരങ്ങൾ എത്ര കിട്ടി? അതൊക്കെ തന്നെയാണ് ഇന്ന് മലയാള സിനിമാ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ അവസാനമാകേണ്ടത് അതിനൊക്കെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ അവൾക്കൊപ്പമല്ല. അവൾ എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളായ താരങ്ങൾക്കൊപ്പമല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവൾക്കൊപ്പമാണ് സർക്കാരെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ തന്നെ ആ റിപ്പോർട്ട് അതേപടി പുറത്തുവിടണം. എന്താണ് സംഭവിക്കുക? കുറ്റം ചെയ്തവരെക്കുറിച്ചല്ലേ മൊഴി നൽകിയിരിക്കുന്നത്. ആ പറഞ്ഞ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് ഇന്ന വ്യക്തികൾ തങ്ങളോട് ഇങ്ങനെ പെരുമാറിയത് മൂലം തങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാക്കി, ഇന്ന വ്യക്തികൾ ഈ രീതിയിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അതൊക്കെ ആയിരിക്കുമല്ലോ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ സംസാരിച്ച പല ആളുകളും ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത് ഓഫ് ദ റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ ആ പേരുകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഞാൻ പുറത്തേക്ക് പറയുന്നുമില്ല. എന്തായാലും 2019 ഡിസംബർ 31 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അത് ഇത്രയും നാൾ കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നതിൽ നിന്ന് തന്നെ കേരളത്തിനും മലയാളിക്കും നമുക്കെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ആ അസ്വസ്ഥപ്പെടും എന്ന് ഉറപ്പുള്ള അവരെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ സർക്കാരിന് ഒരു താല്പര്യവുമില്ല, ഇനിയും ഡിസ്റ്റർബ് ചെയ്യുകയുമില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ 25-ാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള നിർദ്ദേശം നിൽക്കുമ്പോൾ ആരൊക്കെ അസ്വസ്ഥമാകും എന്നത് വ്യക്തമാണ്. ആ അസ്വസ്ഥമാകുന്ന പേരുകളൊന്നുമില്ലാത്ത റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക. പൊതുവായ ചർച്ചയൊക്കെ നടക്കും. സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണം, അതൊക്കെ വലിയ പ്രഖ്യാപനമായിട്ട് വരും. എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും കൃത്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൃത്യമായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പെരിഫറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടാൻ പോവുക. അല്ലാതെ ഈ
സ്ത്രീകളെയൊക്കെ ആരാണ് ബുദ്ധിമുട്ടിച്ചതെന്നോ, ആരൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാക്കിയതെന്നോ, ആരൊക്കെയാണ് ഇവർക്ക് നീതി നിഷേധം, അതായത് തൊഴിലിടത്തിൽ തുല്യനീതി ഉറപ്പാക്കാതെ ഇരുന്നതെന്നോ ഒന്നും പുറത്തു വരാൻ പോകുന്നുമില്ല. അതൊന്നും ചർച്ച ചെയ്യാനും പോകുന്നില്ല. കാരണം അതെല്ലാം ഈ വിവരാവകാശത്തിന്റെ പരിധിയിൽ വന്ന്, കാരണം പേരുകളുണ്ടല്ലോ, ആ പേരുകൾ വരുമ്പോൾ ആ ഭാഗം പുറത്തുവിടാൻ പറ്റില്ല സ്വാഭാവികമായി. അതുകൊണ്ടാണ് സജി ചെറിയാൻ പറയുന്നത് നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കും. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു മുൻകൂർ ജാമ്യവും ഇന്ന് കണ്ടു. റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. ആരുടെയും പേര് പറയാതെ ഒരാൾ, ഇപ്പോൾ ഡോക്ടർ അരുണിനെ കുറിച്ച്, അല്ലെങ്കിൽ വേണ്ട, എനിക്കിപ്പോൾ ഒരാളെ കുറിച്ച് പരാതി ഉണ്ടെന്ന് വെച്ചോളൂ, അല്ല ഈ ഒരു വിഷയത്തിൽ കോട്ട് ചെയ്യുന്നില്ല, തെറ്റിദ്ധരിക്കും. അതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ എപ്പോഴും ഞാൻ ഉദാഹരിക്കുന്നുണ്ട്. അല്ല ഈ ഒരു വിഷയത്തിൽ ഉദാഹരിക്കുന്നത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ 3 പേരിൽ ആർക്കുമാകട്ടെ, നമുക്കിപ്പോൾ ഒരാളെ കുറിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് വെച്ചായിരിക്കുമല്ലോ നമ്മൾ ആ പരാതി കൊടുക്കുക. ഇന്ന വ്യക്തി എന്നെ ഇന്നത് ചെയ്തു, ഇന്ന വ്യക്തി ഇന്നത് എന്നോട് പറഞ്ഞു, അങ്ങനെയായിരിക്കും ആ ഒരു പരാതിയുടെ സ്വഭാവം. അതാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ട് ആരോ എന്തോ ചെയ്തു എന്ന് പുറത്തുവിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അതൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരു സാങ്കേതിക പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ 2-3 പേര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത്, ഞങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു എന്ന പേരും വെളിപ്പെടുത്തരുത്. കാര്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവസരം നഷ്ടപ്പെടും എന്ന് ഹേമ കമ്മിറ്റിയോട് പറഞ്ഞ് അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയായ രൂപത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് ആ ഭയം വേണ്ട. പക്ഷേ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. ആ എക്കോസിസ്റ്റം ആയിട്ടില്ല. അപ്പോൾ എക്കോസിസ്റ്റം ആവുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരും. റിപ്പോർട്ട് അതേപടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞെട്ടുന്ന റിപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് ഈ ICC രൂപീകരിക്കാൻ ഈ പോഷ് നിയമപ്രകാരം ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ എത്ര സിനിമകളിലുണ്ട്? ഇല്ല. ഇതാരുടെ പരാതി പറയുക? അതായത് ആരോടാണ് പരാതി പറയേണ്ടത്, അല്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ ഇത് പരിഹരിക്കും, ആരാണ് ശത്രു ആരാണ് മിത്രമെന്നറിയാതെ തൊഴിൽ ചെയ്യേണ്ടി വരുന്ന ഒരേ ഒരു മേഖല ഈ മേഖലയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം എവിടേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ പരാതി പറയുന്ന ആളായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. പണ്ട് മുതലേ പറയുന്നുണ്ട്, കണ്ണങ്ങ് അടച്ചേക്കുമോളെ എന്നുള്ളതാണ് സിനിമാ സെറ്റിൽ കൊടുക്കുന്ന ഉപദേശം. ഒന്ന് കണ്ണടച്ചേക്കുമോളെ, എന്തെല്ലാം ഭാഗ്യം വരാനിരിക്കുന്നു എന്ന് ഉപദേശിക്കുന്ന ആളുകൾ ഇപ്പോഴും സിനിമാ സെറ്റിലുണ്ട്. പക്ഷേ അതിനൊന്നും വഴങ്ങാത്ത ഒരു പുതിയ തലമുറയുണ്ട് കേട്ടോ. അവരൊക്കെ വളരെ ബോൾഡായി നിന്ന് ആക്ട് ചെയ്യുന്നവരും അവരുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം അഞ്ജലിയെ പോലെയുള്ള ആളുകളൊക്കെ എടുക്കുന്ന സിനിമകളുടെ ഷൂട്ടിങ്ങിലൊക്കെ സ്ത്രീകൾക്ക് വളരെ ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സ്പേസ് ആയിട്ടാണ്. ഈ ഫ്രീഡം അനുവദിച്ചു കൊടുക്കേണ്ടതാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഡോക്ടർ അരുൺ, എന്റെ പോയിന്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ ഞാനും താങ്കളും ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഈക്വൽ റൈറ്റ്സ് ആണ് ആ സെറ്റിലുള്ളത്. ഈക്വൽ റൈറ്റ്സ് ഇല്ല. ആ ഈക്വൽ റൈറ്റ്സ് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ഒരു സൂപ്പർ നടി, സൂപ്പർ ചലച്ചിത്ര താരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സൂപ്പർ ഹീറോയിനായി ഒരു നടിക്ക് കിട്ടുന്നത് 70 ലക്ഷം രൂപയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അതേസമയം ഒരു സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര കോടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമയിൽ കിട്ടുന്നത് 22.5 കോടി രൂപയാണ്. എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യമുണ്ട്. നായകന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ വലിയ അന്തരം ചലച്ചിത്ര മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ഒരു സ്പേസാണ്, നടൻ്റെ സ്പേസാണ്, സംവിധായകൻ്റെ സ്പേസാണ്. പലപ്പോഴും സംവിധായകൻ നിസ്സഹായനായി പോകും. കാര്യം അത് നിയന്ത്രിക്കുന്നത് പ്രൊഡ്യൂസറാണ്, അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഈ നായകനാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ ശേഷിയില്ലാത്തൊരു സംവിധാനമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാലോസെൻട്രിക്കായ ഒരു സിനിമാ ലോകമാണിത്. അവിടെ പക്ഷേ ചില നടിമാർ വളരെ ബോൾഡായിട്ട് സിനിമ എടുക്കുന്നു. ഇപ്പോൾ ശരണ്യ, എന്താണ് നമ്മുടെ ശ്രുതി ശരണ്യം എടുത്തൊരു സിനിമ പെർഫെക്റ്റ് മൂവിയാണ്, വിധു. അപ്പോൾ ഈ ശ്രുതി ശരണ്യം എടുത്ത സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഫൈറ്റ് എന്നിട്ടെന്താ, അവർക്ക് മുഖ്യധാര സിനിമയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് ടാലൻ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കണം. ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഷെയറുകൾ കിട്ടണം. ഇതൊക്കെ ബാർഗെയിൻ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അത് നിർഭാഗ്യവശാൽ നിയന്ത്രിച്ചെത്തുന്ന ഇവരാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്, കാര്യങ്ങൾ മാറി വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തേടി മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ട്, അല്ലേ? പല മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, WCC, അങ്ങനെ എല്ലാവരും സാംസ്കാരിക വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഇത്രയും നാൾ ബലം പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയൊരു നീക്കം വൈകുമായിരുന്നു. കാരണം ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? സർക്കാരിന് തീരുമാനിക്കാമെന്നാണ്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് സർക്കാരിന് തീരുമാനിക്കാമെന്നാണ്. അപ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താണ്? സർക്കാർ അവൾക്കൊപ്പം അല്ല എന്നത് തന്നെയാണ്. ഈ 4.5 വർഷം ആയിട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ് ഫ്രീസർ. ഇതൊരു പാൻഡോറസ് ബോക്സ് ആണ്. ഇത് തുറന്നു വിട്ടാൽ ഇതിൽ നിന്ന് പുറത്തു വരുന്ന സൂചകങ്ങളുണ്ടല്ലോ, അത് സർക്കാരിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കും.
നടക്കുന്നത്. ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിൽ സംവിധായകന്മാർക്കെതിരെ, നായകന്മാർക്കെതിരെ, അവരുടെ ഈ സിസ്റ്റത്തിനെതിരെ ഉള്ള വളരെ ശക്തമായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രതികരിക്കും. നമ്മളടക്കമുള്ള ആൾക്കാർ ചർച്ച ചെയ്യും എന്തുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നായിരിക്കും നമ്മുടെ ചോദ്യം. അത് നടപ്പിലാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അത് പുറത്തു ചോദിക്കുന്നത് മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും നീതി നിഷേധം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും സർക്കാർ അതിൽ ഇടപെടുകയും അതല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ പരാതിപ്പെട്ട് കഴിയുമ്പോൾ നീതി ഉടനടി ലഭ്യമാക്കുക. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ട്രാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 45 ദിവസത്തിനുള്ളിൽ അത് ഒരു പരാതി പരിഹരിക്കണം എന്നുള്ളപ്പോഴാണ് ഇത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കി പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഒരു ഡോക്യുമെന്റ് അവിടെ ഇരിക്കുകയാണ്. അതായത് പ്രശ്നം എന്താണ് എന്ന് പഠിച്ച ഒരു ഡോക്യുമെന്റ്, വെൽ പ്രിപ്പയർഡ് ഡോക്യുമെന്റ് സർക്കാരിന്റെ കയ്യിലിരിക്കുന്നത് 4.5 വർഷക്കാലമാണ്. ഇനിയും അതിന്മേൽ ആക്ട് ചെയ്യാതെ ഞങ്ങൾ നിയമപരമായി പഠിച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്നത് പരസ്യമാക്കുമെന്ന് ഒരു മന്ത്രി പറയുമ്പോൾ എത്രത്തോളം ഒരു ഇറസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒട്ടും ഒരു ഈ വിഷയത്തിന്റെ ഒരു കാമ്പ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പ്രതികരണം പോലെയാണ് നമ്മൾ പറയണം. ഇത് രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി തീരുമാനിക്കുന്നത്. അത് തന്നെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. അല്ല, വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ കൊട്ടേഷൻ കൊടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി ഇതിനേക്കാൾ ക്രൂരമാണ് കേട്ടോ. ഇതിനേക്കാൾ ക്രൂരമായി നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, സ്റ്റേറ്റുകളുണ്ട്, ബോളിവുഡിലെ. ഞാൻ പറയുന്നത് ആ അതിജീവിത പുറത്തു വരികയും ഇത്രയും ശക്തമായി വെളിപ്പെടുത്തൽ നടത്തുകയും ഒരു സമൂഹം മുഴുവൻ അവൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടും സർക്കാർ സംവിധാനം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ പർട്ടിക്കുലർ കാര്യത്തിൽ പക്ഷേ നടിക്കൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ സർക്കാർ. നടിക്കൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം വന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ ഉള്ള അടയിരിക്കലുണ്ടല്ലോ. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ഒരു ഘട്ടം വരെ സർക്കാർ നടിക്കൊപ്പം ഉണ്ടായിരുന്നു, ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം. പിന്നെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോ സമയത്തും പതുക്കെ ആവുകയും നിലപാടുകളൊക്കെ അനുവദിച്ചിരിക്കുന്ന സർക്കാരിന്റെ ഇടപെടലോട് കൂടി തന്നെയാണ്. അവർ തന്നെ പരാതിപ്പെട്ട പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് കിട്ടിയ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് ഇവർക്കെതിരെയാണ്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെയാണ്. പക്ഷേ ഇവിടെ ആരെ സംരക്ഷിക്കാനെന്നുള്ള ചോദ്യം, ഈ റിപ്പോർട്ടിന്മേൽ ഇത്രയും നാൾ ഇങ്ങനെ മൗനം പാലിക്കുന്നതും ചോദിക്കുന്നവർക്ക് ആ പകർപ്പൊന്ന് കൊടുക്കാൻ പോലും, അതായത് അതിലെ ഉള്ളടക്കം ഒരിക്കലും പുറത്തു വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സർക്കാരാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന് പേടിയാണ്. നികുതി കിട്ടുന്ന ഒരു സംവിധാനം, ആ സംവിധാനം മൊത്തത്തിൽ തകിടം മറിയും. സംവിധാനം പറഞ്ഞില്ലെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നേ. കാര്യം ഇത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ വലിയ ചർച്ചയാവില്ലേ? പേര് വെളിപ്പെടുത്തേണ്ട, സ്വകാര്യതയെ മാനിക്കണം എന്ന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതി ഉയർന്നിരിക്കുന്ന വ്യക്തികളെ നിശ്ചിത കാലത്തേക്ക് ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അത് നടപ്പാകുമ്പോൾ ഇന്നയാൾ ഇത്രയും കാലം സിനിമയിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദ്യം വരികയും അയാൾ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് സ്വാഭാവികമായി പുറത്തുവരികയും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അത് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മാറ്റി നിർത്തണം. ഉദാഹരണത്തിന് ഒരു നടനെ മാറ്റി നിർത്തണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക, സർക്കാർ എങ്ങനെ നടപ്പിലാക്കും? ആ നടൻ അഭിനയിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ആ സിനിമയുടെ പ്രൊഡ്യൂസറും സംവിധായകനും ചേർന്നിട്ടാണ്. അപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുന്നു, സർക്കാർ പറയാൻ പറ്റും ഇയാൾ അഭിനയിപ്പിക്കാൻ പറ്റില്ല എന്ന്? ഒന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയണമെന്നാണ് നിർദ്ദേശം. ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. കാര്യം അല്ലെങ്കിൽ ഇത് പോലീസ് കേസാവണം. ഇത് കേസായാൽ ഇത് നടക്കും. കേസാവാൻ എന്താ പോലീസ്? ഇപ്പൊ ഈ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മൊഴികൾ കേസാവുകയാണെങ്കിൽ കോടതിയിൽ ഈ മൊഴികളൊന്നും വരില്ല. ഈ മൊഴികളൊന്നും, കാരണം ഇത് തന്നെ വളരെ രഹസ്യമായി എന്റെ പേര് പറയരുതേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളാണ്. ജുഡീഷ്യൽ പ്രോസസ് അല്ലല്ലോ, അതൊരു ജുഡീഷ്യൽ പ്രോസസ് അല്ലാത്തത് കൊണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാത്തത് കൊണ്ടും ഇതൊന്നും ഈ പറഞ്ഞ മൊഴി ഇതൊന്നും വലിയ സാധുതയുമില്ല. ഇതൊരു കറക്റ്റീവ് മെഷേഴ്സിന് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അതിന് പോലും സർക്കാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് പറ്റിക്കുന്നത്. പാവം സ്ത്രീകളെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ വിളിച്ചു വരുത്തിയത്, ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കിയ തുക, ആരെയാണ് പറ്റിക്കുന്നത്? രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഒന്ന്, ഇത് പുറത്തുവിട്ടൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമായിരുന്നു. പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഈ കമ്മീഷൻ, ഈ കമ്മിറ്റിയിലുള്ളവരുടെ തന്നെ നിലപാടുകളും സംശയകരമായിരുന്നു. ഈ ശാരദ ഒക്കെ പ്രതികരിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതെ, പണ്ട് കാലത്ത്, അതായത് ആ സിസ്റ്റത്തിനൊപ്പം പോവുകയും ആ സിസ്റ്റമാണ് ശരിയെന്ന് കരുതുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരാളെങ്കിലും. അത് ചങ്ങലയാണെന്ന് തിരിച്ചറിയുന്നത്. ചങ്ങലയെ പ്രേമിച്ചു തുടങ്ങിയാലുള്ള പ്രശ്നം പിന്നീട് ചങ്ങലയ്ക്കെതിരെ വരുന്ന എന്ത് എതിർപ്പുകളെയും ആദ്യം എതിർക്കാൻ പോകുന്ന ചെറിയ ചങ്ങല നിങ്ങളായിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. Meet the editors.